Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ഇനി ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ഞാൻ ഗർഭിണിയാണെന്നാണ്. സത്യം ഡിറ്റക്റ്റീവ് ഭർത്താവ് ഇന്റർവ്യൂ ആണ്. ഭർത്താവ് ഇന്റർവ്യൂ ആണ്. എനിക്ക് ഭർത്താവൊക്കെ അറിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ സത്യമാണ്. വീഡിയോ മൊത്തം റീച്ച് റീച്ചായി. പഠിപ്പിക്കാനുള്ള എല്ലാ ഇതിനും ഉണ്ടാകും. കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പറ്റിയ ഒരു കഴിവാണ്. വളരെ ഗർഭിണിയാക്കിയിട്ടുള്ളൂ. പുള്ളിയെ ഈ റോള് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു 3 മാസം ഒരു റൂമിൽ ഡയറക്ടർമാര് ഇതാക്കി കുറെ സൈക്കോ പടങ്ങളൊക്കെ കാണിപ്പിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ലെവലാക്കിയത്. ഈ കഥാപാത്രം ചെയ്ത ഒരാള് പറയാന്ന് നമ്മൾ പറയുന്നില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ നമ്മളെ കൊല്ലാൻ വരുന്ന പോലെ എനിക്ക് സത്യം അങ്ങനെ ക്യാരക്ടർ പിടിച്ച 2 ആളേ ഉള്ളൂ. ഒന്ന് അവനും അത് സത്യമാ. ഞാനാണ് ക്യാരക്ടർ പിടിക്കേണ്ടത്. എല്ലാം ഒരുപോലെയാണ്. അച്ഛാ നല്ല വിഷമായിട്ടുണ്ട്. നമുക്കറിയില്ലേ. അതോടല്ലോ അതിനൊക്കെ അറിയാം. അറിയില്ല. എനിക്ക് എപ്പോഴും ധ്യാന്റെ ഒരേപോലത്തെ എക്സ്പ്രഷൻ ഏതാണെന്നറിയോ? ധ്യാനൊന്ന് ദേഷ്യപ്പെടുന്നത്. അതേതാ? ഞാൻ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് ഇടാറ്. അതെന്നറിയാമോ? കഥ അറിയില്ല, പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവരെയൊക്കെ സിനിമയിലേക്ക് എടുത്തപ്പോഴത്തേക്ക് അന്ന് ധ്യാൻ ഇവരെയൊക്കെ അറിയായിരുന്നു? ഇല്ല, അറിയില്ലായിരുന്നു. അപ്പൊ ഇവരോട് ഒന്ന് ചോദിച്ചില്ലേ നിങ്ങളൊക്കെ ഏതാടാ? ഇല്ല, അവരെ വന്ന് നമ്മളെ വന്ന് നമ്മൾ ഓ നിങ്ങൾ അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് അങ്ങനെ ഈഗോ ഒന്നും ഇല്ലാത്ത? എനിക്കും ഇല്ലാത്തോണ്ട് ഞാനും അങ്ങോട്ട് ആ മിണ്ടലും കൂടെ തുടങ്ങിയിട്ട് പിന്നെ നസീർക്കിനോട് പോലും മിണ്ടാ. അതാണ് പറഞ്ഞ കമ്പനി ആയില്ല, ആവത്തല്ല, സമയം കിട്ടില്ല. അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമയിലേക്ക് വീണ്ടും വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ചാക്കിട്ടുള്ളത് ഞാൻ ഇതിന് മുൻപ് കണ്ടത് റോഷാക്കിലാണ്. പിന്നെ ഇതിന് സമാനമായ ഒരു സാധനം കണ്ടത് ഭരണമാസിലാണ്. ഇതാരാണ് ഈ ചാക്കിട്ട് വരുന്നത്? ഇതിനകത്ത് വിനീത് ശ്രീനിവാസനും ആസിഫ് അലിനും അങ്ങനെ നമുക്ക് കാണാം. ഓ, അത് ഭയങ്കര സസ്പെൻസ് ആണ്. എനിക്ക് അറിയില്ലായിരുന്നു അത് ഭയങ്കര സസ്പെൻസ് ആണെന്ന്. അല്ലാതെ വെറുതെ ഒരു സംശയത്തിന് വേണ്ടിട്ടല്ല അല്ലേ? ഇത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് നിങ്ങളൊരു ക്ലൂ തരാമോ? അത് ആരാണെന്നുള്ളത്? ആ ചാക്കിട്ടത് ധ്യാനം അറിയില്ലെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ ആ ആളെ കുറിച്ചൊന്ന് ഓർത്തതാ പെട്ടെന്ന്. അയാൾക്ക് പുള്ളിയെ ഈ റോള് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു 3 മാസം ഒരു റൂമിൽ ഡയറക്ടർമാര് ഇതാക്കി കുറെ സൈക്കോ പടങ്ങളൊക്കെ കാണിപ്പിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ലെവലാക്കിയത്. നമ്മൾ അറിയുന്നത് ഡയറക്ടർമാരെ നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അവൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ സീൻ കട്ട് ചെയ്തപ്പോ പുള്ളി ഇറങ്ങി. സത്യം ഈ കഥാപാത്രം ചെയ്ത ഒരാള് പറയാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ നമ്മളെ കൊല്ലാൻ വരുന്ന പോലെ എനിക്ക് സത്യം നമ്മള് ശരിക്കും നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും ക്യാരക്ടർ പിടിച്ചെന്ന്. നമുക്ക് പേടിയാവും. അങ്ങനെ ക്യാരക്ടർ പിടിച്ച 2 ആളേ ഉള്ളൂ. ഒന്ന് അവനും നസീർ. അത് സത്യമാ. ഞാനാണ് ക്യാരക്ടർ പിടിക്കേണ്ടത്. എല്ലാം ഒരുപോലെയാണ്. ഏതെടുത്താലും ഒരുപാട് പിന്നെ ക്യാരക്ടറെ നോക്കണ്ട. ഈ കുറി ഇങ്ങനെ വരയ്ക്കുക. അച്ഛാ നല്ല വിഷമായിട്ടുണ്ട്. റിഗിന്റെ കേസിൽ നല്ല പറഞ്ഞല്ലോ അല്ലേ? നമുക്കറിയില്ലേ. അതിനൊക്കെ അറിയില്ല. ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമേ. ധ്യാന്റെ അടുത്തായോണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതാണ് എനിക്ക് വിഷമായി.
എനിക്ക് വിഷമമായിട്ട്. ഞാൻ എനിക്ക് എപ്പോഴും ധ്യാനം ഒരേപോലത്തെ എക്സ്പ്രഷൻ ഏതാണെന്നറിയോ? ധ്യാനം ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ കാണിച്ചല്ല അതെന്തോന്ന് അല്ലെങ്കിൽ ഒന്നുകൂടെ അങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാനൊരു ആർട്ടിസ്റ്റ്, രണ്ടാണ് വരില്ല, ഒറ്റത്തവണ ആ സാധനം കിട്ടുള്ളൂ. അപ്പൊ എടുക്കണം. മോഹൻലാലിനെ പോലെ ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ അത് ഓക്കെടാ. അല്ലേ ഒന്ന് ദേഷ്യപ്പെട്ടെ ഞാൻ ഏത് പടത്തിലാ ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ ആ എക്സ്പ്രഷൻ ഒരേപോലെ. ഞാൻ ഒച്ച ഇടണമെന്ന് വിചാരിച്ചല്ല, അത് എന്റെ അഭിനയത്തിൽ നിന്ന് വന്നു പോയതാ. അതാണ് ഏത് പടത്തിൽ ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ട്? എല്ലാത്തിലും ഞാൻ ദേഷ്യപ്പെടുന്ന എല്ലാത്തിലും ഒരുപോലെ. ദേഷ്യപ്പെടുന്നതല്ല, ഞാൻ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് ഇടാറ്. അതെന്നറിയാമോ? കഥ അറിയില്ല, പിന്നെ മുന്നോട്ട് അറിയില്ല. അപ്പൊ ആലോചിക്കും സത്യമായിട്ടും ചില സിനിമകളിൽ സബ് ടൈറ്റിൽ കൊടുക്കും. സാധനം ഇടും. അതില്ലേ ചില അച്ഛനിത് അറിയാത്ത പോലെ അഭിനയിക്കില്ലേ? പക്ഷെ ഈ പടത്തിൽ ബെനിഫിറ്റ് ആയിരുന്നു, കാരണം ഡിറ്റക്റ്റീവ് ആണല്ലോ, ചിന്തയാണല്ലോ. അല്ല, ഈ പടത്തിൽ അത് ഇടാൻ പറ്റിയിട്ടില്ല. കഥ അറിയാലോ, ചില സ്ഥലത്തൊക്കെ സാധാരണ ഒരു സിനിമയുടെ കഥകൾ നമ്മൾ മുന്നേ കേൾക്കാറില്ലല്ലോ. ഈ സിനിമയുടെ കഥ നമ്മൾ നേരത്തെ കേട്ടിരുന്നു. അവര് പിടിച്ചിരുത്തി റൂമിൽ കെട്ടിയിട്ട് കേൾപ്പിച്ചു. അതെ, അതല്ലേ പറഞ്ഞേ. ഞാൻ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഈ സിനിമയെ കുറിച്ചുള്ള ചിന്ത ഇടക്കിടക്ക് കയറി വരാറുണ്ട്. അത് സത്യമായിട്ട് ആണല്ലേ. ഇടയ്ക്ക് ഇത് ഷോട്ട് കഴിഞ്ഞാൽ അതല്ലേ, അപ്പൊ ഞാൻ അപ്പുറത്ത് പോയി രതീഷിനോടും അസോസിയേറ്റിനോടും സംസാരിക്കണം, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യണം. അങ്ങനെ എപ്പോഴും ഒരു ആലോചന ഈ സിനിമയെ കുറിച്ച്. ഞാൻ സാധാരണ അങ്ങനെ സിനിമയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അത് ശരിയാ, കറക്റ്റാ. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. സിനിമയാണ് എന്റെ ജീവവായു. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ജീവവായു. അല്ല അതല്ല, അടുത്തൊരു പടത്തില്ല നമ്മള് കമ്പനി അടിച്ച് പൊളിക്കും. അപ്പൊ കാണിച്ചു തരാം. ചില സിനിമകളിൽ നമ്മൾ ചില അത്ര ആത്മാർത്ഥമായിട്ട്, ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർക്കത് മതിയായിരിക്കും. ഓക്കെ, അവന് നമ്മള് ഇത് മതിയോ എന്ന് പറയുമ്പോ അവര് ഹാപ്പി, ഒന്നുകൂടെ നമ്മൾ ചില സെറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർ ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല, പിന്നെ അവര് കിട്ടും തന്നെ ആഗ്രഹിക്കുക. അങ്ങനെ നിക്കാൻ പറ്റത്തില്ല ഇവിടെ. ഇവിടെ അടി കൊള്ളാൻ പോയാല് ഇന്ന് അടിക്കും അടി. അപ്പൊ ചിലതിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 2 ദിവസം തന്നെ ചിലതിൽ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, ചേട്ടാ അത് ഒന്നുകൂടെ പോവാ, ഇവൻ പ്രശ്നക്കാരനാണല്ലോ. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആത്മാർത്ഥം വെച്ച്, ചേട്ടാ അതല്ല, അത് മറ്റേത് നമുക്ക് മറ്റേത് ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മള് പോവും. പിന്നെ ഇതായി അത് ശരിയായില്ല, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ടെൻഷൻ ആവും. പിന്നെ നമുക്ക് ഇവൻ പണി അറിയാമോ, ഇവൻ എന്തിനാ ഡേറ്റ് കൊടുത്തത്, പരിപാടി നടക്കില്ലല്ലോ, പരിപാടി ഇവിടെ നടക്കില്ലല്ലോ, ഇതൊന്നും ചെയ്തിട്ട് പോവാ. അങ്ങനത്തെ പ്രശ്നം വരും. ഓക്കെ, അപ്പൊ ഇതിനകത്തെന്ന് വെച്ചാൽ എനിക്ക് കഥ അറിയാൻ മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അവന്മാരായിട്ട് ആദ്യമേ ഒന്ന് മയപ്പെടുത്തി, ഇത് ഇങ്ങനെ ഇത് മതിയല്ലേ, പേടിപ്പിച്ച് ഇത്ര ഉള്ളെന്ന് നമുക്ക് ഭീഷണിയാട്ടോ. ആണോ? ഈ ഇരിക്കുന്ന ആളെ അല്ലല്ലോ. ഓ മൈ ഗോഡ്, കേക്ക് നീ ആയി അവൻ സിനിമയിലല്ലേ പണിയെടുക്കുന്നു പോകുന്നു. അത് പുള്ളിയൊക്കെ കൂടുതൽ അത് സിനിമയിൽ ചേട്ടനേക്കാൾ കൂടുതലുണ്ടെന്ന്. നിങ്ങൾക്കായിരുന്നോ ഡേറ്റ് ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നത്? ക്ലാഷ് ഇല്ല, കാരണം
അങ്ങനെയൊക്കെ ആയിരുന്നോ നിങ്ങളുടെ പരിപാടികളൊക്കെ? അങ്ങനെ ഏതായാലും അങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊക്കെ എത്രമാത്രം എക്സൈറ്റഡ് ആണ്? വളരെ എക്സൈറ്റഡ് ആണ്. വളരെയധികം. ഈ ഒറ്റാകെ ഉത്തരം പറയാതിരിക്കോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കാനുള്ള സമയം തരൂ. വളരെയധികം. അച്ഛാ അച്ഛനങ്ങ് വിളമ്പ്. ഇതൊരു നല്ല സിനിമയായിരിക്കും. നല്ല സിനിമയായിരിക്കും. രണ്ടു വാക്കുന്നല്ല, ഒരു നല്ല സിനിമയായിരിക്കും. പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും. ഇതിൻ്റെ സംവിധായകർക്ക് അവരുടെ സ്ക്രിപ്റ്റിങ്ങിലും ഡയറക്ഷനിലും ഒക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള കുട്ടികളാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന രണ്ടുപേരാണെങ്കിൽ പോലും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ഇതിലെ ബാക്കി ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അങ്ങനെ തന്നെയാണ് അല്ല അങ്ങനെയല്ല. അല്ലല്ല അല്ല ഇത് ഇങ്ങനെ മൂളിയ വേറെ സിനിമ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ രണ്ട് ഡയറക്ടർമാരുടെ കഷ്ടപ്പാടാണ്. പുതിയൊരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാ പറയുന്നത്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയണു ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇപ്പോഴും പറയണം. അല്ല, ഇപ്പൊ നമ്മൾ നല്ലാന്ന് പറഞ്ഞ് നാളെ അങ്ങനെ അല്ലെങ്കിലും അതിന് ഇത് പേര് നമ്മൾ കേൾക്കണ്ടേ? അതെ, ഞാൻ പൊതുവെ പറയാറില്ല. അത് ശരിയാ. ഇത് പക്ഷേ നമുക്കൊരു ക്വാളിറ്റി സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എന്റെ പ്രീവിയസ് സിനിമകളിൽ നിന്ന് അത് ഈ ട്രെയിലർ വരുമ്പോഴും ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോൾ ആൾക്കാരും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മോശം സിനിമയല്ല. ഒരു ആവറേജിനും അബോവ് ആവറേജിനും മുകളിൽ നിൽക്കുന്ന ഹിറ്റ് ആവോ സൂപ്പർ ഹിറ്റ് ആവോ നമുക്കറിയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷെ ഡെഫിനറ്റ്ലി ക്വാളിറ്റി സിനിമയായിരിക്കും. ആണ് അല്ലെ? ഇനി ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം ഗർഭിണിയാണെന്നാണ് സത്യം. ഡിറ്റക്റ്റീവ് ഇതാണ് പോയിന്റ്. ചുമ്മാ റീച്ചിന് വേണ്ടി വേറെ ഭർത്താവ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ വേണം. എനിക്ക് ഭർത്താവിനൊക്കെ അറിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ആ സത്യമാണ്. ഇതിലാണ് റിവീൽ ചെയ്യുന്നത്. ആ ഇതിലാണ്. താങ്ക് യു സോ മച്ച്. ഇത് കൺഗ്രാറ്റ്സ് ഇങ്ങനെ പറ മനുഷ്യ. അതാണ് താങ്ക് യുടാ. കൈ പെട്ടെന്ന് വിളിച്ചല്ലേ യൂണിവേഴ്സിറ്റി കയറി. താങ്ക് യു. എങ്കിൽ ഞാൻ ശരിക്കും അതെ ഞാൻ സന്തോഷല്ലേ. ലഡ്ഡു കഴിക്കട്ടെ. ലഡ്ഡു കഴിക്കാം. ഇത് ആദ്യമായിട്ടല്ലേ എല്ലാവരുടെയും പഠിപ്പിക്കാനുള്ള എല്ലാ ഇതിൽ നിന്നുണ്ടാകും. ആ ചെറുക്കനെ പഠിപ്പിക്കണോ പെൺകുട്ടിയാണോ തീരുമാനിച്ചു. അത്ര വലിയ ഡിറ്റക്റ്റീവാ. ആ ചെറുക്കനെ പഠിപ്പിക്കാൻ മൊത്തം ഇതിലുണ്ടാക്കുന്നു. സത്യോടാ, അതിന് വേണ്ടിയിട്ടാണ് ഇനി പഴയ കണക്കല്ല ഒരു അംഗവും കൂടെ ആവാം. ഇത് കറക്റ്റ് കണ്ടുപിടിച്ച എന്നെ കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പ്രത്യേക ഒരു കഴിവാ. വളരെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഇതിന് ഭാര്യയോട് എന്താ ഉത്തരം പറഞ്ഞോളൂ. ഈ പറഞ്ഞ ഡയലോഗിനുള്ള മറുപടി ഭാര്യയോട് പറഞ്ഞോളൂ. പൈസ കുറച്ചിട്ട് കിട്ടി ഈ രാവിലെ 9 മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് 1:30 വന്ന് ഇന്റർവ്യൂ വന്നിരുന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. 9 മണിക്ക് തുറന്ന ബേക്കറിയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. പേര് കാണിക്കണ്ട. ഹൈബ്രിഡ് ലഡ്ഡു ആണോ? ചെറിയൊരു എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു അച്ഛനായ ശേഷം ധ്യാനിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതെ പറഞ്ഞോ, ആലോചിച്ചില്ലേ? നേരത്തെ അച്ഛനായി, അതിനുള്ള മാറ്റം. ആ ചോദ്യത്തിനല്ല പ്രസക്തി. ഞാൻ കുറച്ച് അച്ഛനായിട്ട് കുറച്ച് കാലമായി.
ഒരമ്മയാവാൻ പോകുന്ന ചേച്ചി അല്ലേ? അതാണ് അതാണ് നിന്റെ ഈ മാറി ഈ പണി നിർത്തുവോ ഗൾഫിൽ എന്തോ ഇല്ല ഈ പണിയൊക്കെ ഞാൻ എങ്ങനെ കൊച്ചിന് ചോറ് കൊടുക്കും? അതാണ്. അപ്പൊ എന്താണ് ഇതെന്താണ് എക്സൈറ്റ്മെന്റ്? ആൺകുട്ടി വേണോ? പെൺകുട്ടി വേണോ? ആൺകുട്ടി വേണോ? പെൺകുട്ടി വേണോ? അതന്നെ ഏതായാലും ഒരെണ്ണം പറ. ദൈവം തരുന്ന സംബളങ്ങൾക്ക് അത്രേ അത്രേ മകളെ അങ്ങനെ മകനോ മകളോ ആണെങ്കിൽ അമ്മ നല്ല രീതിയിൽ മകൻ എന്ത് പേരിടുന്നു? എന്റെ പേരിടും മോനാണെങ്കിൽ ധന്യ പെണ്ണ് ധന്യ ആണാണ് ഓക്കെ, അതും നമ്മള് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എന്താണ് മുന്നോട്ടുള്ള എന്തായാലും നിങ്ങൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗർഭമല്ല, നമ്മുടെ ഇന്റർവ്യൂ തുടരും അതെ ഗർഭവും തുടരും. തുടരും അതും ഒരു കണ്ടന്റ് ആവും. കുട്ടി ഒരു കണ്ടന്റ് ആവട്ടെ. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവ് എന്റെ റിക്വസ്റ്റ് ആണ്. എന്താണ്? ബാക്കിയുള്ള ആൾക്കാര് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാവരും. കുട്ടീനെ കൊണ്ടുവന്ന് തുടക്കത്തിൽ ജനിക്കുന്ന കൊണ്ടുപോയി ഇൻസ്റ്റയില് കൊണ്ട് ഇടരുത് അല്ലേ? അങ്ങനെയുണ്ടോ? അതിനാണോ കുട്ടീനെ ആക്കുന്നതല്ലേ? വളർന്നു വന്നോട്ടെ അല്ലേ? അതെ. ആ കുട്ടിയുടെ പെർമിഷൻ ഒക്കെ ചോദിക്കണം. കാരണം ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫ് ഒക്കെ അല്ലേ പോണേ. അപ്പൊ ഞാൻ എന്റെ മോളുടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണോ ഫോട്ടോ ഇടാറുള്ളത്? ഞാൻ ഇടാറില്ലല്ലോ. ഇടാറുണ്ടല്ലോ. ഇല്ല, ആരും ഇടാറില്ല. ഇല്ലേ? ഞാൻ കാണാറുണ്ട്. അതായാലും ആരും ഇടാറില്ല. നസീർക്കയും കൂടെ ഒന്ന് പറഞ്ഞു. ഇവരാരും കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് നസീർക്കയോട് വലിയ പ്രായമില്ല. അതാണോ? ആരെങ്കിലും ഗർഭിണിയാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഗർഭിണിയാക്കിയിട്ടുണ്ടോ? 2 മക്കൾ അച്ഛനാ. പറ നസീർക്ക. അച്ഛനായതിനു ശേഷം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത്? അച്ഛനതിന് ശേഷം നമുക്ക് നല്ല 2 സുഹൃത്തുക്കളെ കിട്ടിയ പോലെ എനിക്ക് തോന്നി. എൻ്റെ മക്കളൊക്കെ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് 2 അത്ര ആയി. ഇപ്പൊ 2 പേരും, ഒരാൾ 25 വയസ്സായി, ഒരാൾ 20 വയസ്സായി. ഈ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ അവർ പറയും അച്ഛനോട് തള്ളി മറിക്കുന്ന ഇല്ല. അവർക്ക് നല്ല ഫ്രീഡം കൊടുത്ത് തന്നെ വളർത്തിയിട്ടുള്ള മക്കളാണ്. എന്നുള്ള നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന മക്കളാണ്. അപ്പൊ ഏതായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതൊന്ന് 23-ലേക്ക് ആക്കി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മെയ് 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണട്ടെ. നിങ്ങൾ ഇന്നുവരെ കണ്ട മറ്റൊരു ധ്യാനിനെ നിങ്ങൾക്ക് സിനിമയിലൂടെ കാണാൻ സാധിക്കും. 2.0 സാധിക്കും എന്നുള്ളത് വളരെ കോൺഫിഡന്റ് ആണ്. നമ്മൾ അതിന്റെ ടീസർ കാണുമ്പോഴും ട്രെയിലർ കാണുമ്പോഴും ഒക്കെ കിട്ടുന്ന കോൺഫിഡൻസ് സിനിമയിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും പ്രാർത്ഥനയും എന്റെ ഗർഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ നിങ്ങൾ പറ, അത് ഞാനാണോ പറയണ്ടേ? മാന്യനെ പോലെ സംസാരിക്കും. പറഞ്ഞു കൊടുക്കുകയാണ്. അത് നിങ്ങളൊക്കെ കൂടെ പറ. ചേച്ചി ശബ്ദമേ ശരിയില്ല. നീ പറ. അല്ല നീ പറ. ധ്യാൻ ചേട്ടൻ തന്നെ പറ. അതല്ലേ നീ വർഷാവസ ഒരു ആശംസ. വീണക്ക് നമ്മുടെ സൈഡിൽ നിന്നൊരു ആശംസ. വീണ ചേച്ചി ഒരു അമ്മയാവാൻ പോവാണ്. എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്തണം അല്ലേ? ഇനി ആ കുട്ടിക്ക് ഇനി ഇന്റർവ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. അന്നും ധ്യാൻ ചേട്ടൻ പടങ്ങൾ ചെയ്യട്ടെ. അതായത് കുട്ടി വന്നാലും ധ്യാനെ കൊണ്ടേ ജീവിക്കും. അപ്പൊ ധ്യാൻ ചേട്ടൻ ആരോഗ്യപരമായി ആയുസ്സോടെ ഇരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ ധ്യാനം കൂടെ എന്തിനും പറ. ഞാൻ പറഞ്ഞു, എന്റെ ബോയ്സ് പറഞ്ഞില്ലേ. Okay. അപ്പൊ wishing you all the very best and thank you so much for your time. Krishna Leela, Joy Alucas, world's favorite jeweler.